ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല നാടൻ സേമിയ പായസമാണ്. പായസം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്ത കൂട്ടുകാർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് കോർണറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 150 ഗ്രാം സേമിയയുടെ പായസമാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വഴറ്റാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും. സേമിയ മൂത്ത് വരുന്നതിൻ്റെ മണം വരുമ്പോഴേക്കും എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുവരെ ലോ ഫ്ലെയിമിലായിരുന്നു. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് സേമിയ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചൗവരി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് സേമിയ വേവുന്നതിനോടൊപ്പം മറ്റൊരടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ചൗവരി അടി പിടിക്കാതിരിക്കാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ചൗവരി തിളച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പാതി വറ്റുമ്പോഴേക്കും നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി 3-4 ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കാം. ഈ സമയത്ത് പായസം ഒരുപാട് കുറുകിയെന്ന് തോന്നിയാൽ ആവശ്യമെങ്കിൽ കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മിനിറ്റോളം മൂപ്പിച്ചാൽ മതി. അപ്പോഴേക്കും നല്ലതുപോലെ മൂത്ത് വരും. ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി അമർത്തുക.